വിശ്വസിച്ചാൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. അവൻ അവിടുന്ന് പുറപ്പെട്ട് സീദോന്റെ സോരിൻ്റെ അതിർനാട്ടിൽ ചെന്നു ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു, എങ്കിലും മറഞ്ഞിരിക്കുവാൻ സാധിച്ചില്ല. നമുക്ക് വളരെ സുപരിചിതമായൊരു തിരുവെഴുത്ത. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇന്ന് ആഴമായി ഇടപെടുന്ന ദൂത്. വിശ്വസിച്ചാൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മഹത്വം. ഇവിടെ കർത്താവ് ആ ദേശത്ത് ചെന്ന് ആ വീട്ടിൽ മറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുക. യേശു മറഞ്ഞിരിക്കുവാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിച്ചില്ല. കർത്താവിന് പോലും അത് സാധിക്കാതെ പോയി എന്ന് വചനം ആ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുക. അത് കാരണം എന്താകുന്നു? തൊട്ടടുത്ത വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിൻ്റെ വിഷയമായി, തൻ്റെ മകളുടെ വിഷയമായി യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അവളിൽ വ്യാപരിച്ച വിശ്വാസം, യേശു കർത്താവിലുള്ള വിശ്വാസം കർത്താവിന് മറഞ്ഞിരിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന കുടുംബങ്ങളോട് അതിശക്തമായി ഇടപെടുന്ന ദൂത്. ദൈവത്തിൻ്റെ പൈതലേ, ഈ ദിവസങ്ങളിൽ കർത്താവ് ആ വിഷയത്തിൽ മൗനം പാലിക്കുകയാണോ? ആ വിഷയത്തിൽ കർത്താവ് ഇടപെടാതെ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്താതെ നിലയിൽ സാഹചര്യങ്ങളിൽ കർത്താവ് ആ തലത്തിലായിരിക്കുന്നൊരു അനുഭവമാണോ? വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ ആ വാക്യം പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ ചൂണ്ടിക്കാണിക്കുക. കർത്താവ് മറഞ്ഞിരിക്കുവാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാതെ പോയത് ഒരുവളുടെ വിശ്വാസത്തിൻ്റെ മേഖല തുറക്കപ്പെട്ടപ്പോഴാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് മൗനമായിരിക്കുന്ന കർത്താവ് ആഴമായി വിശ്വസിക്കട്ടെ. എൻ്റെ കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കാൽക്കൽ വീണ് കിടക്കുന്ന ജീവിതങ്ങളോടുള്ള ദൂത, യേശുവിനെ അനുഗമിക്കുന്നവരോടുള്ള ദൂത, യേശു കർത്താവിനെ ആശ്രയിക്കുന്നവരോടുള്ള ദൂത, ഒട്ടും പുറകോട്ട് മാറണ്ട. ഈ വചനം ഏറ്റെടുത്തോ, ഈ ദൈവശബ്ദം ഏറ്റെടുത്തോ. മൗനം പാലിച്ചിരിക്കുന്ന കർത്താവ് സംസാരിക്കും. കരം ചലിപ്പിക്കാത്ത ദൈവം കരം ചലിപ്പിച്ചിരിക്കും. കാരണം കർത്താവിന് പോലും സാധിക്കാതെ പോവുക. കാരണം അവിടെ മറ്റൊന്നുമല്ല, വിശ്വാസത്തിൻ്റെ ആഴമേറിയ തലം വെളിപ്പെട്ട് വരികയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഹൃദയതലങ്ങളിൽ ഈ ദൂത് പകരുന്ന കർത്താവ് പരിശുദ്ധാത്മാവ് ഈ ശബ്ദം വെളിപ്പെടുത്തുന്നത് ഇന്ന് ചില കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തി വിശ്വസിക്കുന്നവരുടെ കൂടാരത്തിൽ വെളിപ്പെട്ട് വരും. ഇന്ന് ദൈവം എനിക്കത് ചെയ്തു തരും. ഇന്ന് എൻ്റെ കർത്താവിൻ്റെ വിഷയത്തിൽ തൊടും. കർത്താവിന് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടല്ലേ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ 13-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ കാണാതെ വണ്ണം, എത്രത്തോളം ഞാൻ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കുക. ദൈവം തൻ്റെ മുഖത്തെ മറയ്ക്കുമ്പോൾ ദാവീദ് ചോദിക്കുക, അത് എത്രത്തോളമാ? പക്ഷെ അത് കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിനറിയാം. കർത്താവിന് മൗനമായിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ഇതുപോലെ മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. എൻ്റെ വിഷയത്തിന്മേൽ ദൈവം ചലിക്കും. എൻ്റെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ദൂത് വിശ്വസിച്ചോ? ആഴമായി വിശ്വാസതരം തുറക്കപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ മൗനതയുടെ കാലഘട്ടം ദൈവം മാറ്റും. ദൈവം പ്രവർത്തിക്കാതിരിക്കുന്ന തലങ്ങൾ അതിനകത്ത് വ്യത്യസ്തമായ നിലയിൽ ദൈവമഹത്വം വെളിപ്പെട്ട് വരാൻ പോവുക. ദൂത് വിശ്വസിക്കട്ടെ. കർത്താവിന് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ കണ്ണുനീര് കണ്ട് ദൈവത്തിന് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. ആ ദുഃഖം കണ്ട് യേശുവിനും മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. ആ വേദന കണ്ട് കർത്താവിന് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. ആ പ്രാർത്ഥന ജീവിതം കണ്ട് കർത്താവിന് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. കർത്താവിനത് സാധിക്കത്തില്ല. പരിശുദ്ധാത്മ വ്യക്തമായി ദൂതായി വിളിച്ചു പറയുന്നു, കർത്താവിനത് സാധിക്കത്തില്ല. നിന്റെ വിഷയത്തെ തൊടാതിരിപ്പാൻ കർത്താവിന് കഴിയത്തില്ല. ദൈവം തൊടും, ദൈവം പ്രവർത്തിക്കും. കർത്താവിതാ അത്ഭുതം ചെയ്യാൻ പോകുന്നു.
കർത്താവ് മൗനമായിരിക്കാതെ ദൈവം സംസാരിക്കും. ദൈവപ്രവൃത്തി കാണും. കാൽക്കൽ വീഴാവോ, വിശ്വാസത്തോടെ വീഴാവോ, പ്രത്യാശയോടെ വീഴാവോ? നിശ്ചയവാ, പാതപിടത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ, മറുപടി കണ്ട് എഴുന്നേക്കാവുള്ളൂ, ഉത്തരം കിട്ടി എഴുന്നേക്കാവുള്ളൂ. ആ തലത്തിൽ ഇന്നൊരു മഹത്വമുണ്ട്. വിശ്വസിച്ചാൽ ഇന്നൊരു മഹത്വം അത് തന്നെ ദൈവം ചെയ്തു തരാൻ പോകുന്നു. നിത്യനായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. അവിടെ വിഷയത്തിന്മേൽ, അവിടെ പ്രശ്നത്തിന്മേൽ കർത്താവിന് മറഞ്ഞിരിക്കുക സാധിക്കത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് ആ വാക്യത്തിലൂടെ വ്യക്തമാക്കിയ ദൂത് ഇന്ന് ചലിക്കട്ടെ. ചില കുടുംബങ്ങൾ മഹത്വം കാണട്ടെ, വിടുതൽ കാണട്ടെ. അപ്രകാരം ദൈവം അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.